ഈ ലോകത്തുള്ള 90% ആളുകളും വലംകൈയ്യന്മാരാണ്. ഭക്ഷണം കഴിക്കാനും എഴുതാനും മറ്റ് ദൈനംദിന ജോലികൾക്കുമെല്ലാം കൂടുതൽ പേരും വലതുകൈയാണ് ഉപയോഗിക്കുന്നത്. ഇടതുകൈ കൊണ്ട് ഇവയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുന്നത് എന്തോ പലർക്കും ഒരു കൗതുകമാണ്. എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ വലതുകൈ ഇത്രയധികം ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ ഏറെക്കാലമായി ശാസ്ത്രജ്ഞർ ശ്രമം തുടരുകയാണ്. അടുത്തിടെ നടത്തിയ ഒരു പുതിയ ഗവേഷണത്തിൽ മനുഷ്യൻ ഇത്തരത്തിൽ വലതുകൈ കൂടുതലായും ഉപയോഗിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും റീഡിംഗ് യൂണിവേഴ്സിറ്റിയിലെയും ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ പറയുന്നത് പ്രകാരം മനുഷ്യന്റെ വലതുകൈയുടെ പ്രവർത്തികൾ തലച്ചോറിന്റെ വികാസവുമായും പിപ്പിറ്റൽ ഗൈഡുമായും ബന്ധപ്പെട്ടിരിക്കാമെന്നതാണ്. പ്ലോസ് ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ശീലങ്ങൾ പെരുമാറ്റത്തിന്റെ മാത്രമല്ല ദീർഘകാല പരിണാമ പ്രക്രിയയുടെയും ഭാഗമാകാമെന്നാണ്. ഗവേഷണത്തിന്റെ ഭാഗമായി 41 വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള 2000-ലധികം കുരങ്ങുകളുടെയും ചിമ്പാൻസികളുടെയും മറ്റ് സസ്തനികളുടെയും പെരുമാറ്റം ശാസ്ത്രജ്ഞർ പരിശോധിച്ചു. ഒരു കൈ ഉപയോഗിക്കുന്ന ശീലവുമായി ബന്ധപ്പെട്ട് ജൈവശാസ്ത്രപരവും പരിണാമപരവുമായ ഘടകങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചു. മിക്ക കുരങ്ങുകളും മറ്റ് സസ്തനികളും ഒരു കൈ മാത്രം പൂർണ്ണമായും ആശ്രയിക്കുന്നില്ല. അവ 2 കൈകളും ഏതാണ്ട് തുല്യമായി ഉപയോഗിക്കുന്നു എന്ന് പഠനം വെളിപ്പെടുത്തി. എന്നാൽ മനുഷ്യർക്ക് മറ്റ് ജീവിവർഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി വലംകൈയ്യൻ സ്വഭാവമുണ്ട്. ശരാശരി കൈത്തണ്ട സൂചികയിലൂടെയാണ് ശാസ്ത്രജ്ഞർ ഈ വ്യത്യാസം വിലയിരുത്തിയത്. ഈ സൂചികയിൽ മനുഷ്യർക്ക് 0.76 സ്കോർ ലഭിച്ചു. അതേസമയം മറ്റ് സസ്തനികൾക്ക് 0 സ്കോർ ലഭിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് വലംകൈയ്യനാകാനുള്ള പ്രവണത മനുഷ്യരിൽ മറ്റ് ജീവിവർഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ എന്നാണ്. ഗവേഷണത്തിൽ ഭക്ഷണക്രമം, ശരീരവലിപ്പം, പ്രാഥമിക ഉപയോഗം, ജീവിതശീലങ്ങൾ തുടങ്ങിയ നിരവധി വശങ്ങൾ ശാസ്ത്രജ്ഞർ പരിശോധിച്ചു. തുടക്കത്തിൽ മനുഷ്യർ മറ്റ് സസ്തനികളിൽ നിന്ന് വളരെ വ്യത്യസ്തരായി കാണപ്പെട്ടു. എന്നാൽ തലച്ചോറിന്റെ വലിപ്പവും കാൽ കൈ അനുപാതവും പരിശോധനയിൽ വെളിപ്പെടുത്തിയപ്പോൾ വ്യത്യാസങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ആദിമ മനുഷ്യർ 4 കാലുകൾക്ക് പകരം 2 കാലുകളിൽ നിവർന്നു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിച്ചത്. ഈ നിവർന്നു നടക്കൽ കൈകൾക്ക് ശരീരഭാരം താങ്ങാനുള്ള സ്വാതന്ത്ര്യം നൽകി. തുടർന്ന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും മുറുകെ പിടിക്കുന്നതിനായും മറ്റ് സങ്കീർണമായ പ്രവർത്തനങ്ങൾക്കും മനുഷ്യർ അവരുടെ കൈകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പ്രക്രിയ കൈകളുടെ നിയന്ത്രണത്തിനും ഏകോപനത്തിനും സഹായകരമായി. തലച്ചോറിന്റെ വികാസത്തോടെ കൈകളുടെ ചലനങ്ങൾ കൂടുതൽ നിയന്ത്രിക്കപ്പെട്ടു. ക്രമേണ വലതുകൈയ്യൻ ആധിപത്യം ശക്തമായി. മനസ്സും ശരീരവും തമ്മിലും ബന്ധമുണ്ട്. മനുഷ്യ തലച്ചോറിന്റെ ഇടതുവശം ശരീരത്തിന്റെ വലതുവശം നിയന്ത്രിക്കുന്നു. എഴുത്ത്, ഭാഷ പഠിക്കൽ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കൽ തുടങ്ങിയ ജോലികളിൽ ഇടതുവശം കൂടുതൽ സജീവമായതിനാൽ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വലംകൈയ്യന്മാരായി മാറിയതിന്റെ കാരണം ഇതാണെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. എങ്കിലും ഏകദേശം 10% ആളുകൾ ഇപ്പോഴും ഇടംകൈയ്യന്മാരാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.